മമതാ സർക്കാരിന്റെ വ്യവസായ വിരുദ്ധ നടപടികൾ തുറന്നുകാട്ടുന്ന കണക്കുകളുമായി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം 2011-നും 2025-നും ഇടയിൽ പശ്ചിമബംഗാളിൽ നിന്ന് 6688 കമ്പനികൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് മാറിയതായി രാജ്യസഭയിൽ നൽകിയ കണക്കിൽ പറയുന്നു. മഹാരാഷ്ട്ര, ഡൽഹി, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ് കമ്പനികൾ മാറിയത്. ബംഗാളിലെ വ്യവസായ തകർച്ചയുടെ നേർക്കാഴ്ചയാണ് ഇതെന്നുള്ള വിമർശനം കൂടി ശക്തമാവുകയാണ്. പശ്ചിമബംഗാളിൽ രജിസ്റ്റർ ചെയ്തിരുന്ന 6688 കമ്പനികളാണ് 2011-നും 2025-നും ഇടയിൽ സംസ്ഥാനം വിട്ടത്. 14 വർഷം കൊണ്ട് മമതാ സർക്കാരിന്റെ വ്യാവസായിക വിരുദ്ധ നടപടികളിൽ നാടുവിട്ട കമ്പനികൾ ചേക്കേറിയത് മഹാരാഷ്ട്ര, ഡൽഹി, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ്. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം രാജ്യസഭയിൽ വെച്ച കണക്കുകൾ പ്രകാരം 1308 കമ്പനികൾ മഹാരാഷ്ട്രയിലേക്കും 1297 കമ്പനികൾ ഡൽഹിയിലേക്കും 879 കമ്പനികൾ ഉത്തർപ്രദേശിലേക്കും 511 കമ്പനികൾ ഛത്തീസ്ഗഡിലേക്കും 423 കമ്പനികൾ ഗുജറാത്തിലേക്കും മാറി. രാജസ്ഥാൻ, അസം, ജാർഖണ്ഡ്, കർണാടക, മധ്യപ്രദേശ്, തമിഴ്നാട്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും നൂറുകണക്കിന് കമ്പനികൾ ആസ്ഥാനം മാറ്റി. തൃണമൂൽ കോൺഗ്രസ് സർക്കാർ സംസ്ഥാനത്തെ വ്യവസായങ്ങൾ നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടതായാണ് BJP ആരോപിക്കുന്നത്. ആയിരക്കണക്കിന് കമ്പനികൾ പശ്ചിമബംഗാൾ വിട്ടതോടെ 10,000-കണക്കിന് കുടുംബങ്ങളാണ് തൊഴിൽ നഷ്ടപ്പെട്ട് പട്ടിണിയിലകപ്പെട്ടത്. കൂടാതെ വ്യാവസായിക തകർച്ച മൂലം പശ്ചിമബംഗാളിനുണ്ടായ സാമ്പത്തിക നഷ്ടം ഭീമമാണ്. ജനം, ഡൽഹി.